ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉബുണ്ടുവിലാകുമ്പോൾ കാൽക്കിൻ ഷീറ്റ് വഴി ചെയ്യുന്ന 1-2 ഇൻഡെക്സുകളാണ്. അതിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷീറ്റ് ഇൻഡെക്സാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫോൾഡറിലുള്ള എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്കുള്ളതെന്ന് നോക്കാം. നമ്മളുടെ ഡോക്യുമെൻറ്റിൽ റിസ്ക് ഇൻഫോംഡ് സ്കൂൾസ് എന്നുള്ള ഫോൾഡറിൽ കിടക്കുന്നത്. ഇതിൽ ആദ്യം ഒന്നാമത്തെ ഫോൾഡർ എന്ന് പറയുന്നത് ഡാറ്റ ഫോൾഡറാണ്. അത് ഓപ്പൺ ചെയ്യാം. അതിൽ ക്ലൈമറ്റ് ഡാറ്റ ഉണ്ട്. ഈ ക്ലൈമറ്റ് ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്കുകൾ ഷീറ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. ക്ലൈമറ്റ് ഡാറ്റയാണ്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്ലൈമറ്റ് ഡാറ്റയിൽ വേറെ എക്സൽ ഷീറ്റുകളാണ് കിടക്കുന്നുള്ളത്. അത് ഡെയിലി ടു മന്ത്ലി ടെമ്പറേച്ചർ ഡാറ്റ ആയിരിക്കും. റെയിൻ ഡാറ്റയുണ്ട്. 1975 മുതലുള്ള റെയിൻഫാൾ ഡാറ്റയുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡാറ്റയുണ്ട്. അതും 1975 മുതൽ 2024 വരെയുള്ള ഷീറ്റാണ്. അതുപോലെ SPI സ്പെസിഫിക് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് ആണ് 1975 മുതൽ 2024 വരെയുള്ളത്. അടുത്തത് Tmax എന്ന് പറയുന്ന ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ 75 മുതൽ 2024 വരെയുള്ളത്. ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ ഡാറ്റ 1975 മുതൽ 2024 ഡാറ്റ. ഇത്രയും ഡാറ്റയാണ് നമുക്ക് ക്ലൈമാറ്റിക് ഡാറ്റയിലുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണക്ക് കൂട്ടുക അല്ലെങ്കിൽ ഷീറ്റ് ഇൻഡെക്സും മറ്റും കണക്കാക്കാനായിട്ട് പോകുന്നത്. നമുക്കിനി ബാക്ക് വരാം. ബാക്ക് വന്ന് നമ്മളാദ്യം ഷീറ്റ് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു. ഇതാണ് ഷീറ്റ് ഇൻഡെക്സിൻ്റെ ഫോൾട്ട്. അഞ്ചാമത്തെ ഫോൾട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് അതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് കിടക്കുന്നുണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. വർക്ക്ഷീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷീറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്കിവിടെ ഇൻഫോ എന്നുള്ള ഫോൾഡർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ ഹീറ്റ് സ്ട്രെസ് ഹസാർഡ് ഇൻഡെക്സ്, അതാണ് ഞാൻ ഷീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഇതാണ് എൻ്റെ ശരിയായ വാക്ക്. ഹീറ്റ് സ്ട്രെസ് ഹസാർഡ് ഇൻഡെക്സ് HHI എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഒരു ഡാറ്റ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നീല കളറിൽ കാണുന്ന ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ് നമുക്ക് ഇനി ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ കിടക്കുന്ന ഈ ഒരു ഡാറ്റ, ഈ രണ്ട് ഡാറ്റ വെച്ചിട്ട് C എന്ന് പറയുന്ന കോളത്തിലെയും D എന്ന് പറയുന്ന 2 കോളത്തിലെയും ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ 2 കോളത്തിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തേക്കുന്ന ഇതിൻ്റെ ഹീറ്റ് സ്ട്രെസ് ഹസാർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.58 ആണ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് തൊട്ട് താഴെയായിട്ട് ഇൻഫോയിൽ കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ദ Tmax ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ആൻഡ് RH റിലേറ്റീവ് ഹ്യൂമിഡിറ്റി പെർസെൻറ്റേജുള്ള വാല്യൂസ് ഫ്രം 1/1/1975 ടു 31/12/2024. അതാകെ 18263 വാല്യൂസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത് ദ കറസ്പോണ്ടിങ് ഹീറ്റ് സ്ട്രെസ് ഹസാർഡ് ഇൻഡെക്സ് വിൽ ബി ഡിസ്പ്ലേഡ് എബോവ്. ആ എബോവ് ആണ് ഈ കാണുന്നത്. ഇവിടെ ആ ഇൻഡെക്സ് കാണിക്കുന്നു പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്യുക എന്നുള്ളൊരു ജോലി മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആവുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഓൺലി ദ ഇൻപുട്ട് റേഞ്ച് ഈസ് എഡിറ്റബിൾ, അതർ സെൽസ് ആർ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇൻപുട്ട് ഡാറ്റ മാത്രമേ എഡിറ്റബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് ഇൻഡെക്സ് ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്തൊക്കെയാണ് ചെയ്തേക്കണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നതെന്ന് നമുക്കിത് ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള 2 ഡാറ്റ എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചർ മാക്സിമം, അടുത്ത റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. നമുക്ക് ആദ്യം എങ്ങനെയാണ് മാക്സിമം ടെമ്പറേച്ചർ കോപ്പി ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്കിവിടെ മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് നമ്മുടെ ഡാറ്റയിലേക്ക് പോവുകയാണ്. ഡാറ്റയിൽ ക്ലൈമാറ്റിക് ഡാറ്റ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യം വേണ്ടത് മാക്സിമം ടെമ്പറേച്ചറാണ്. മാക്സിമം Tmax. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു കോളം കുറേ ഹാഷ് മാർക്ക് കിടക്കുന്നുണ്ട്. നമുക്കത് കാണത്തില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ A കോളം നിങ്ങൾക്ക് കാണാം. എയുടെ കോളം, ഇവിടെ B കോളം ഉണ്ട്. ഈ 2 കോളത്തിന് ഇടയ്ക്കുള്ള ഈ ഭാഗമുണ്ട്. അവിടെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ഒരു 2 സൈഡിലേക്കുള്ള ആരോ കിട്ടും. അങ്ങനെ ആരോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വലുതായി കിട്ടും. പക്ഷേ അത് പൂർണ്ണമായിട്ട് വരുന്നില്ല. ഇത് അല്ലെങ്കിൽ വലിച്ച് ക്ലിക്ക് ചെയ്ത് നീട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമും ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ്. ഇനി താഴെ നോക്കുക. ഇത് ഓരോ ടാബുകളാണ്. ഇവിടെ ആലപ്പുഴ ടാബാണ് ഇപ്പോൾ ഓപ്പണായി കിടക്കുന്നത്. തൊട്ടടുത്ത് എറണാകുളം ഉണ്ട്.
ഇടുക്കി, കണ്ണൂർ, അങ്ങനെ എല്ലാ ഇതുമുണ്ട്. നമുക്ക് ആവശ്യം കോട്ടയം ജില്ലയുടെയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ ചെയ്യുന്നത്. കോട്ടയം ജില്ലയുടെ ടാബ് എടുക്കുക. കോട്ടയം ജില്ലയുടെ ടാബ് എടുക്കുമ്പോൾ നോക്കിയാൽ നമുക്കറിയാം ആ സ്കൂളിൻ്റെ പേരൊക്കെ ഇവിടെയുണ്ട്. ഓരോ സ്കൂളിൻ്റെയും പേര് ഇവിടെ കാണാം. എനിക്ക് പെരുവയാണ്. അപ്പോൾ അവസാനം എമ്മിൻ്റെയും എന്നിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഒരു ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്. പേര് ഇതാണ് എനിക്ക് ആവശ്യമുള്ള ഡാറ്റ. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെ കോപ്പി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കണ്ടുപിടിച്ചു. നിങ്ങൾക്കും സ്കൂളാണെങ്കിൽ അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വെർട്ടിക്കൽ സ്ക്രോൾ ബാർ താഴേക്ക് നീക്കുക. താഴേക്ക് നീക്കി കഴിയുമ്പോൾ അവസാനത്തെ ഷീറ്റ് നമുക്ക് കാണാം. ഈ സമയത്ത് ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവസാനത്തെ ഡാറ്റയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ കോളം സെലക്ഷൻ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് എഡിറ്റിൽ പോകാം. എഡിറ്റിൽ പോവുക. അവിടെ കോപ്പി എന്നൊരു ഇതുണ്ട്, മെനു ഉണ്ട്. കോപ്പി. എഡിറ്റിൽ പോയിട്ട് കോപ്പി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡാറ്റയൊക്കെ കോപ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. ഇതാണ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ഡാറ്റ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ ഡാറ്റയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കോളത്തിൽ ടെമ്പറേച്ചർ മാക്സിമം എന്ന് പറഞ്ഞാൽ താഴെയുള്ള കോളം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു വാർണിംഗ് വന്നിട്ടുണ്ട്. യു ആർ പേസ്റ്റിംഗ് ഡാറ്റ ഇൻ ടു സെൽ ദാറ്റ് ഓൾറെഡി കണ്ടെയ്ൻസ് ഡാറ്റ. ഓൾറെഡി ഒരു സെല്ലിൽ കുറേ ഡാറ്റ ഉണ്ട്. അതിലേക്ക് നിങ്ങളൊരു പുതിയ ഡാറ്റ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാണ്. ഡു യു റിയലി വാണ്ട് ടു ഓവർ റൈറ്റ് ദ എക്സിസ്റ്റിംഗ് ഡാറ്റ? അപ്പോൾ എന്താ നമുക്കത് എക്സിസ്റ്റിംഗ് ഡാറ്റ കളഞ്ഞിട്ട് പുതിയ ഡാറ്റ വേണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ എസ് കൊടുക്കണം. അപ്പോൾ എസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഡാറ്റ അതിലേക്ക് പേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഡാറ്റ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്ക് കോപ്പി ചെയ്യുന്നതായിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇതെടുക്കുന്നു. എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മേലോട്ട് പോകുന്നു. സ്ക്രോൾ ചെയ്ത് നീക്കുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഇത് ടെമ്പറേച്ചർ ഡാറ്റയാണ്. ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡോൺ സേവ് കൊടുക്കാം. നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോൺ സേവ്. അടുത്ത വീണ്ടും നമ്മൾ ഡാറ്റയിലേക്ക് പോകുന്നു. അവിടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡാറ്റ കിടക്കുന്നുണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ആവുന്നു. ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സ്കൂളിൻ്റെയാണ്. ഞാനിവിടെ കോട്ടയമാണ് എടുക്കുന്നത്. കോട്ടയം ജില്ല എടുക്കുന്നു. അതിൽ പെരുവ സ്കൂൾ അവസാനം കിടക്കുന്നുണ്ട്. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാണ്. ക്ലിക്ക് ചെയ്യുക. സ്ക്രോൾ ബാർ യൂസ് ചെയ്യുക. സ്ക്രോൾ ബാർ താഴോട്ട് കൊണ്ടുവരിക. അതിനുശേഷം കണ്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മൗസിൻ്റെ വീലൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. മേലോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവസാനത്തെ ഡാറ്റ കിട്ടും. കീബോർഡിൽ ഷിഫ്റ്റിൽ പ്രസ് ചെയ്യുക. ലാസ്റ്റ് ഡാറ്റയിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എല്ലാം കോപ്പി ആയിട്ടുണ്ട്. എല്ലാം സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി അടുത്തത് എഡിറ്റിൽ പോവുക. കോപ്പി ചെയ്യുക. ഇപ്പോൾ നിലവിലുള്ള ഡാറ്റ കോപ്പി ആയിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ താഴേക്ക് വരിക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഷീറ്റ് എടുക്കുക. ഇവിടെയാണ് നമുക്ക് ഡാറ്റ പേസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ പോവുക. പേസ്റ്റ് ചെയ്യുക. വാർണിംഗ് ചോദിക്കും. ഡാറ്റ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ എസ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈ ഡാറ്റ പ്രകാരം രണ്ടാമത്തെ ഷീറ്റ് മുതലാണ് ഡാറ്റ ആരംഭിക്കുന്നത്. ചില കേസുകളിൽ ഇത് മാറി ഇങ്ങനെയൊക്കെ കിടക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ടാമത്തെ റോയിലല്ലേ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത് അവസാനത്തെ ഷീറ്റ് നമുക്ക് നോക്കാം. ഏറ്റവും ലാസ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡാറ്റ ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഈ സമയത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 0.75 ആണ്. ഹസാർഡ് ഇൻഡെക്സ് വന്നേക്കുന്നത് 0.75 ആണ്. അപ്പോൾ ഹീറ്റ് സ്ട്രെസ് ഹസാർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0.75 ആണ്. അതായത് കൂടുതലാണ്. കാര്യം നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. അപ്പോൾ 1-നടുത്തോട്ടാണ് പോയിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. വീഡിയോ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.